ഹലോ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. വെൻ മോർ ദാൻ ടു നമ്പേഴ്സ് ആർ ആഡഡ് ഓർ മൾട്ടിപ്ലൈഡ്, ദ റിസൾട്ട് വിൽ ബി ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ഹൗ ദേ ആർ ഗ്രൂപ്പ്ഡ്. അതായത് ഞാനിപ്പോൾ 3 നമ്പേഴ്സ് എടുത്തു, 3 ഇൻറ്റീജേഴ്സ്. നമുക്ക് ഇൻറ്റീജേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സപ്പോസ് ഞാൻ 3 ഇൻറ്റീജേഴ്സ് എടുക്കുക, എയും ബിയും സിയും. ഓക്കെ, എയും ബിയും സിയും 3 ഇൻറ്റീജേഴ്സ് എടുത്തു. അത് നമ്മളുടെ അഡീഷൻ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? ബി പ്ലസ് സി ആഡ് ചെയ്യുന്നു. അത് ബ്രാക്കറ്റിലിട്ടു. കാരണം എന്താ? ബ്രാക്കറ്റിലിട്ട മീൻസ് അത് ആദ്യം ചെയ്യണം. ബി പ്ലസ് സി ആഡ് ചെയ്യും. എന്നിട്ട് എയിനോട് അത് ആഡ് ചെയ്യും. എയിനോട് ബി പ്ലസ് സി ആഡ് ചെയ്തിട്ട് കിട്ടിയ സാധനമല്ലേ, അത് ആഡ് ചെയ്തു. അതെന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിനോട് സി ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കണം. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് എ പ്ലസ് ബി പ്ലസ് സിക്ക് ഈക്വൽ ആയിരിക്കണം. അതായത് നമ്മൾ എയിനോട് എന്താ ആഡ് ചെയ്യുന്നത്? ബിയും സിയും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടിയ സാധനമല്ലേ, അത് നമ്മൾ എയിനോട് ആഡ് ചെയ്യുന്നു. അതെന്തിന് ഈക്വൽ ആയിരിക്കണം? എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടിയ സാധനം അതിനോട് സി ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അസോസിയേറ്റീവ് ആണെന്ന് പറയാം. സബ്ട്രാക്ഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഇതേപോലെ തന്നെ. ഇവിടെ സബ്ട്രാക്ഷൻ ആണെങ്കിൽ പ്ലസിന് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും. ആ വ്യത്യാസം മാത്രം. ഇവിടെ മൈനസ് ആയിരിക്കണം. ഇനി ഇങ്ങനെയല്ല, ഈക്വൽ അല്ലെങ്കിൽ എന്തല്ല? അസോസിയേറ്റീവ് അല്ല. ഈക്വൽ ആണെങ്കിൽ ഈ സംഭവം സെയിം ഇങ്ങനെ കറക്റ്റ് കിട്ടുന്നുണ്ട്, ഈക്വൽ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അസോസിയേറ്റീവ് ആണ്, അല്ലെങ്കിൽ അസോസിയേറ്റീവ് അല്ല. അത്രേ ഉള്ളൂ. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നോക്കാം. നമുക്ക് അഡീഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് നോക്കാം. മൂന്ന് ഇൻറ്റീജേഴ്സ് എടുത്തോ മക്കള്. 3 ഇൻറ്റീജേഴ്സ് പറ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒന്ന് 3. ഓക്കെ, കുറച്ച് വലുതാക്കി എഴുതാം അല്ലേ. ഒന്ന് 3 എടുത്തു, പിന്നെ ഒന്ന് -2 എടുത്തോ. ഓക്കെ, ഒന്ന് -3 എടുത്തോ, -3. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഓക്കെ, അതൊരു ബ്രാക്കറ്റിൽ. ഓക്കെ, അതിനോട് എന്ത് ആഡ് ചെയ്യണം? പുറത്തുള്ള 3 ആഡ് ചെയ്യണം. 3 പ്ലസ് ആഡ് ചെയ്തു. അത് എത്രയാണ് കിട്ടുക? നോക്ക് മക്കള്, അത് എത്രയാണ് കിട്ടുക എന്ന് ആലോചിച്ച് നോക്ക്. 3 പ്ലസ് ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യും. -2 പ്ലസ് -3. -2 പ്ലസ് -3 എത്രയാ? സി, ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറും. അപ്പം -2 ആ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറി -3 എന്ന് വരും. -2 -3 എത്രയാ? -5. സോ 3 പ്ലസ് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് എന്തായിട്ട് മാറി? -5 ആയിട്ട് മാറി. സോ 3 പ്ലസ് -5. 3 പ്ലസ് -5 എത്രയാ മക്കളെ? 3 പ്ലസ് -5 ദാറ്റ് ഈസ് 3 മൈനസ് ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറുമല്ലോ. സോ 3 - 5 ദാറ്റ് ഈസ് 2. -2 ദാറ്റ് ഈസ് -2 ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഓർഡർ ഒന്ന് മാറ്റുന്നു. ഇവിടെ നമ്മൾ ആദ്യം ചെയ്തത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് -2 -3 കൂടെ ആഡ് ചെയ്തിട്ട് -5 എഴുതി അല്ലേ. എന്നിട്ട് അതിനോട് പുറത്തുള്ള 3 ആഡ് ചെയ്ത് ചെയ്തത്. നമ്മൾ വീണ്ടും അതേ നമ്പേഴ്സ് തന്നെ എഴുതുന്നു. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 3ഉം -2ഉം -3ഉം അത് തന്നെ വീണ്ടും എഴുതുന്നു. ഏതൊക്കെ? 3ഉം -2ഉം -3ഉം വീണ്ടും എഴുതുന്നു. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുന്നത് ആദ്യത്തെ രണ്ടെണ്ണം ഫസ്റ്റ് ആഡ് ചെയ്യണം. അത് ബ്രാക്കറ്റിൽ 3 പ്ലസ് -2 എന്നിട്ട് പുറത്തുള്ളത് അതിനോട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, പ്ലസ് -3. ഓക്കെ ആണല്ലോ. നോക്കാം നമുക്ക് എന്താ കിട്ടുക. പറഞ്ഞേ, ആദ്യ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ആഡ് ചെയ്താൽ എന്താ കിട്ടുക? ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറി. സോ എന്ത് വരും? 3 - 2 എന്ന് വരും അല്ലേ. നോക്ക്, ഈ പ്ലസും മൈനസും കൂടെ ടോട്ടൽ മൈനസ് ആയി പോകും. അത് ടോട്ടൽ രണ്ടും കൂടെ ക്യാൻസൽ ആയിട്ട് മൈനസ് ആയി. അപ്പോൾ എന്താ വരുന്നത്? 3 - 2 അതെത്രയാ? 1. ഓക്കെ, ആ 1 എഴുതി. ആ ബ്രാക്കറ്റിലുള്ളത് 1 ആയിട്ട് മാറി. ബ്രാക്കറ്റിലുള്ള മൊത്തത്തിന് ഞാൻ 1 എന്ന് എഴുതി. ഓക്കെ, കാരണം ബ്രാക്കറ്റിലുള്ള മൊത്തത്തിൽ ചെയ്താൽ 1 ആയി കിട്ടുക. കാരണം 3 ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറും. സോ 3 - 2 അത് 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ പ്ലസും മൈനസും കൂടി എത്രയായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് 3 അല്ലേ ഉള്ളത്, ലാസ്റ്റ് ഒരു 3 ഇല്ലേ. ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറി, ലാസ്റ്റ് 3ഉം അതും എഴുതി. ഓക്കെ, സോ എന്ത് കിട്ടി? 1 - 3 എത്ര നമുക്ക് കിട്ടി? 1 - 3 എത്രയാ? -2. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലേ? ഈ രണ്ട് സാധനങ്ങളും സെയിം അല്ലേ? ഗ്രൂപ്പിംഗ് ഒന്ന് മാറ്റി കൊടുത്തു. ആദ്യം രണ്ടും ഗ്രൂപ്പ് ചെയ്തത്, പിന്നെ ആദ്യത്തെ അതായത് രണ്ടാമത്തതും മൂന്നാമത്തതും ഗ്രൂപ്പ് ചെയ്തു ഫസ്റ്റ്. അപ്പോൾ നമുക്ക് -2 കിട്ടിയ ആൻസർ. ഇപ്പം നമ്മൾ ഗ്രൂപ്പ് ചെയ്തത് ആദ്യത്തതും രണ്ടാമത്തതുമാണ് ഗ്രൂപ്പ് ചെയ്തത്. അപ്പോഴും കിട്ടിയ ആൻസർ സെയിം ആണ്. സോ നമുക്ക് പറയാം അഡീഷൻ്റെ കേസിൽ ഇൻഡിജേഴ്സ് അസോസിയേറ്റീവ് ആണ്. ഇനി മക്കൾ സബ്ട്രാക്ഷൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും ഡിവിഷൻ്റെ കേസിലും അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്ന് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം.
നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചതാണ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചതാണ്. അന്നപ്പോൾ ഞാനിതൊക്കെ ചെയ്ത് കാണിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇതേ ഒരു ഫോർമാറ്റിൽ ആകെപ്പാടെ ഒരു വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം അഡീഷൻ ആണെങ്കിൽ ഇവിടെയും പ്ലസ് ആ വരിക അല്ലേ, ഇതാ ഇവിടെയും പ്ലസ് ആ വരിക, ഇവിടെയും പ്ലസ് ആ വരിക. സബ്സ്ട്രാക്ഷൻ ആകുമ്പോൾ മൈനസ് വരും, മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഇൻറ്റു വരും, ഡിവിഷൻ ആകുമ്പോൾ ഡിവിഷൻ്റെ സൈൻ വരും. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം ഓരോ കേസിലും ഇവിടെയാണോ അല്ലയോ, ആണോ അല്ലയോ, 3 കേസിലും സബ്ട്രാക്ഷനിൽ കമ്മ്യൂട്ടേറ്റീവ് ആണോ, സബ്ട്രാക്ഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് ആണോ, മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് ആണോ, ഡിവിഷൻ്റെ കേസിൽ അസോസിയേറ്റീവ് ആണോ, ഇത് മക്കൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി ഏതെങ്കിലും ടോപ്പിക്കിൽ മക്കൾക്ക് ക്ലാസ് വേണമെങ്കിൽ കൃത്യമായിട്ട് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. നല്ലോണം പഠിച്ചോളാം കേട്ടോ. ബൈഡാ.